നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തുന്നവർക്കും വിസിറ്റ് വിസയിൽ എത്തുന്നവർക്കും വീണ്ടും വലിയ തലവേദനയായിരിക്കുകയാണ് യുഎഇയുടെ വിസ നടപടി. 3 മാസ സിംഗിൾ എൻട്രി സന്ദർശന വിസ യുഎഇ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടലിൽ ഇപ്പോൾ 3 മാസ വിസ ഓപ്ഷൻ ലഭ്യമല്ലെന്ന് ട്രാവൽ ഏജന്റുമാരും വ്യക്തമാക്കി. യുഎഇ കഴിഞ്ഞ വർഷാവസാനം നിർത്തലാക്കിയ 3 മാസ കാലാവധിയുള്ള വിസിറ്റ് വിസ ഈ വർഷം ലിഷർ വിസ എന്ന പേരിൽ പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ വിസ നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 30-60 ദിവസത്തെ സന്ദർശന വിസ മാത്രമാണ് ഇനി ലഭിക്കുകയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ സ്ഥിരീകരിച്ചു. ട്രാവൽ ഏജൻസികൾ വഴി ലഭിച്ചിരുന്ന 90 ദിവസത്തെ സന്ദർശന വിസ നിർത്തിയത് തൊഴിൽ അന്വേഷകർക്കാണ് കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത്. 30-60 ദിവസത്തെ സിംഗിൾ എൻട്രി വിസിറ്റ് വിസയേക്കാൾ 90 ദിവസത്തെ സിംഗിൾ എൻട്രി വിസിറ്റ് വിസയ്ക്ക് ചെലവ് കൂടുതലാണെങ്കിലും ജോലി കണ്ടെത്താൻ കൂടുതൽ സാവകാശം ഇതിലൂടെ ലഭിക്കുമായിരുന്നു. അതുപോലെ പ്രവാസികളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഈ വിസയിൽ എത്തിയിരുന്നു. രാജ്യം വിടാതെ തന്നെ തുല്യ കാലയളവിലേക്ക് പുതുക്കാമെന്നതായിരുന്നു ഈ വിസയുടെ ആകർഷണം. ഈ വിസ പുനരാരംഭിച്ചപ്പോൾ യുഎഇയിൽ വേനൽ അവധിക്കാലമായിട്ട് പോലും, അതായത് ഓഫ് സീസൺ ആയിട്ട് പോലും 100 കണക്കിന് ആളുകളാണ് ദിവസേന എത്തിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ പെട്ടെന്ന് 90 ദിവസ കാലാവധിയുള്ള ഈ വിസ നിർത്തിയതിൽ അധികൃതർ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. കോവിഡ് മഹാമാരി രൂക്ഷമായ സമയത്താണ് നേരത്തെ യുഎഇ 90 ദിവസത്തെ വിസിറ്റ് വിസ റദ്ദാക്കി 60 ദിവസത്തെ വിസ ഏർപ്പെടുത്തിയത്. ഇതോടെ 30-60 ദിവസത്തെ ഓപ്ഷൻ മാത്രമായി. കോവിഡ് രോഗവ്യാപനം കുറഞ്ഞതോടെ 2023 മെയ് അവസാനത്തിലാണ് 90 ദിവസത്തെ ഓപ്ഷൻ പുനരാരംഭിച്ചതിനൊപ്പം പുതുതായി കൊണ്ടുവന്ന 60 ദിവസത്തെ ഓപ്ഷനും നിലനിർത്തുകയായിരുന്നു. കോവിഡിന് ശേഷം 3 മാസത്തെ വിസിറ്റ് വിസ പുനരാരംഭിച്ചതോടെ ആവശ്യക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. എന്നാൽ 90 ദിവസം കാലാവധിയുള്ള സന്ദർശന വിസയ്ക്ക് ചെലവ് കൂടുതലായതിനാൽ ഇപ്പോഴും 30 അല്ലെങ്കിൽ 60 ദിവസത്തെ വിസയാണ് മിക്കവരും താല്പര്യപ്പെടുന്നതെന്നും ഏജന്റുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. അതേസമയം യുഎഇയിൽ റെസിഡൻസ് വിസയിൽ ഭാര്യയെയും മക്കളെയും കൊണ്ടുവരുന്നതിന് ശമ്പള പരിധി 4000 ദിർഹമാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അതായത് ഏകദേശം 89,000-ലധികം രൂപ ശമ്പളം വേണ്ടിവരും. അല്ലെങ്കിൽ 3000 ദിർഹം ശമ്പളവും, അതായത് 67,000-ലധികം രൂപ ശമ്പളവും, സ്വന്തം പേരിൽ താമസ സൗകര്യം വേണമെന്ന നിലവിലെ നിയമത്തിൽ മാറ്റമില്ല. മാസത്തിൽ 10,000 ദിർഹം ശമ്പളവും 2 ബെഡ്റൂം ഫ്ളാറ്റും ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും സ്പോൺസർ ചെയ്യാം. ജീവിത പങ്കാളി മരിച്ചതോ വിവാഹമോചിതരോ ആയ സന്ദർഭങ്ങളിൽ മാതാപിതാക്കളിൽ ഒരാളെ പ്രത്യേക അനുമതിയോടെ റെസിഡൻസ് വിസയിൽ കൊണ്ടുവരാനാകും. 1 വർഷ കാലാവധിയുള്ള ഈ വിസ തുല്യ കാലയളവിലേക്ക് പുതുക്കാം. സന്ദർശക വിസയിലുള്ള കുടുംബാംഗങ്ങളെ റെസിഡൻസ് വിസയിലേക്ക് മാറ്റാനും അനുമതിയുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. 18 വയസ്സിന് താഴെയുള്ളവർ മെഡിക്കൽ പരിശോധനയ്ക്കും ഹാജരാകണം. കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന റെസിഡൻസ് വിസ നിയമം ബാധകമായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.